വോട്ടെടുപ്പിന് മുമ്പേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച മണ്ഡലമാണ് ഗുജറാത്തിലെ സൂററ്റ്. നാളെ ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കുമ്പോൾ സൂററ്റിൽ മാത്രം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവസരമില്ല. വലിയൊരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയത്. സൂററ്റിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള 24 സംഘം നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സൂററ്റിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SK. സൂറത്ത് നമുക്കറിയാം ഡയമണ്ടിൻ്റെയും ഒപ്പം തന്നെ വസ്ത്രത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള ഒരു ഹബ്ബായി അത് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും ആ മേഖലയിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ ഞാനിപ്പോൾ രാവിലെ ഏതായാലും തുണി കടകളിലും അവിടെയൊന്നും ആളുകളൊന്നും ഇല്ല. ഇപ്പോൾ പച്ചക്കറി കടകളിലും പഴക്കടകളിലൊക്കെയാണ് ആളുകൾ. അതുകൊണ്ട് ആളുകളെ ഇങ്ങനെ നേരിൽ കണ്ട് അവർക്ക് ഈ ഒരു സാഹചര്യത്തോട് എന്താണ് പറയാനുണ്ടാവുക എന്നിങ്ങനെ ഞാൻ കുറേ നേരമായി ഇങ്ങനെ തേടുകയായിരുന്നു. കുറേ പേരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. കാരണം പലരും വലിയ നിരാശയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. भाई इस बार इधर चुनाव है लेकिन वोट देने का मौका नहीं है, तो कैसे लग रहा है ये सिचुएशन? ये सिचुएशन बहुत टफ है. हमको मौका मिलना चाहिए वोट देने के लिए. 5 साल के अंदर एक बार आता है ये मौका, मिलना चाहिए हमको वोट देने के लिए. इस बार नहीं हो रहा है वोटिंग, गलत हो रहा है. वोटिंग करने का मौका मिलना चाहिए हमको. ശരിയാണ്. എതിരാളികൾ ആരുമില്ലാതെ, അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ദിലേഷ് കുംഭാനി, അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളിപ്പോയി. പിന്നെ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഒരു വ്യക്തതയില്ല. അതിൽ ദുരൂഹത അവിടെ ഇങ്ങനെ തുടരുകയുമാണ്. മറ്റ് സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രർ അടക്കമുള്ള പലരും സ്ഥാനാർത്ഥി പത്രിക പിന്നാലെ പിൻവലിച്ചു. പലരും പല കാരണങ്ങളാണ് പറഞ്ഞത്. ചിലർക്ക് ഈ പത്രിക അംഗീകരിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പിന്നീട് അത് അംഗീകരിച്ചപ്പോൾ ഒരു ഡിപ്രഷൻ വന്നു എന്ന് പറയുന്നവരുണ്ട്. മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർ പിൻവലിച്ചതുകൊണ്ട് താനും അങ്ങ് പിൻവലിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല കാരണങ്ങളാണ്. അങ്ങനെ 8ഓളം സ്ഥാനാർത്ഥികൾ തുരുതുര സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെയാണ് BJPയുടെ സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ഇവിടെ വിജയിയായി മാറിയത്, തെരഞ്ഞെടുപ്പില്ലാതെ പോയത്. ഞാനിവിടെ വന്നപ്പോൾ ഒരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ബിജു സർ, എങ്ങനെയുണ്ട്? ഇവിടെ സാധാരണ കാണുന്ന ഒരു കാഴ്ചയില്ല, ഇലക്ഷൻ സമയമാണ്. ഇലക്ഷൻ സമയമാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം പ്രചാരണം കുറച്ച് ഇതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം പ്രചാരണം മത്സരമേ ഇല്ല. ഇവിടെ മത്സരമേ ഇല്ലെന്ന് പറയാം. കാരണം ഡ്യൂട്ടി ഉണ്ടോ പോലീസുകാർക്ക്? കുറച്ച് ഫ്രീ ആയോ? ഇല്ല, ഇലക്ഷൻ ഡ്യൂട്ടി എനിക്ക് എല്ലാ വർഷവും ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വർഷം എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഇല്ല. കാരണം ഈ വർഷം ഞങ്ങളൊരു 1600 പോലീസുകാർ എനിക്ക് തോന്നുന്നു നൗസാരി, വൽസാഡ്, ബറോഡ, വ്യാര, വാപ്പി അങ്ങോട്ടോട്ട് പോയിട്ടുണ്ട്. ഈ വർഷം എനിക്ക് ഡ്യൂട്ടി കിട്ടില്ല. എല്ലാ വർഷവും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇത് SKയുടെ ചാനലാണല്ലോ. അപ്പോൾ SKയുടെ രാവിലെ ന്യൂസ് ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ SK ഹായ്. അതാണ്, അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് SKന്റെ ഈ പരിപാടി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് പറയൂ, അദ്ദേഹത്തോട് ഹായ് പറയുക. മാത്രമല്ല സൂററ്റിൽ ഞാൻ പോയപ്പോൾ അവിടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊരു സന്തോഷം പറഞ്ഞേക്കാം. പുള്ളി ഒരു സന്തോഷം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഹായ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഏതായാലും വൈകാതെ നമ്മൾ ഈ മുകേഷ് ദലാൽ BJPയുടെ സ്ഥാനാർത്ഥിയെ നേരിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ തന്ത്രങ്ങളൊക്കെ, എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് എത്തിയത്, ഈ വന്ന വഴി ശരിയാണോ എന്നതൊക്കെ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കുകയും ചെയ്യും SK. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. സൂററ്റിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്നത്. ഗുജറാത്തിലേക്ക് ഒരുപാട് മലയാളികളുണ്ട്. ഈ സൂററ്റിൽ പ്രത്യേകിച്ചും ഒരുപാട് മലയാളികൾ നല്ല നിലയിൽ ജോലി ചെയ്യുന്നു. നല്ല സെറ്റപ്പിലൊക്കെ ആയ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ അവിടെ കണ്ടു. അതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.